ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ മുംബൈ എയർപോർട്ടിലെത്തിയിട്ടാ. ഇനി ഇവിടുന്ന് 8:40 നമ്മൾ ഫ്ലൈറ്റ്. ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഇനി കട്ട വെയിറ്റിങ്ങിലാണ്. ഒരുപാട് പേരുണ്ട് ഇവിടെ. ആ ഗേറ്റ് നമ്മൾ ഓപ്പൺ ആകട്ടെ. നമ്മൾ ഇനി ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. 1 by 1 ആയി ഇങ്ങനെ കയറുകയാണ്. അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ ഇങ്ങനെ കയറി ഇരുന്ന് സെറ്റായി, സീറ്റൊക്കെ തപ്പി അങ്ങനെ എന്ത് ചെയ്യാൻ പോവാണ്, ഫ്ലൈറ്റ് ഇനി ടേക്ക് ഓഫ് ചെയ്യാനുള്ള സമയമായി. അങ്ങനെ ടേക്ക് ഓഫ് ചെയ്യാണ്. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഫുഡ് ഇങ്ങനെ കഴിക്കാൻ ഓരോരുത്തർ ഫുഡ് കഴിക്കാൻ സെറ്റപ്പിലാണ്. ഫുഡൊക്കെ എത്തി. ഫുഡ് എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഫുഡ് കാണുമ്പോൾ കുഴപ്പമില്ല, ഇനി കഴിച്ചാൽ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാം. സ്വീറ്റ്സ് ഉണ്ട്. പിന്നെ ഞാൻ വെജിറ്റബിൾ ബിരിയാണി കേട്ടോ പറഞ്ഞത്. നല്ല സർവീസാണ് ശ്രീലങ്കൻ്റെ. ഞാൻ ഫസ്റ്റ് ടൈം അല്ല, അത് മുന്നേ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഫ്ലൈറ്റ് തന്നെ സെലക്ട് ചെയ്തത്. അങ്ങനെ ശ്രീലങ്കയിൽ ലാൻഡ് ചെയ്ത് നമ്മളിനി പുറത്തിറങ്ങാൻ പോവാണ്. വിമാനത്തിന് പുറത്തിറങ്ങി ഇമിഗ്രേഷനിലേക്കുള്ള പുറപ്പാടാണ്. ഇവിടുന്ന് നമ്മൾ ബസ്സിൽ കയറണം കേട്ടോ. ഇവിടുന്ന് ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ പോവുക. അങ്ങനെ നമ്മൾ എമിഗ്രേഷനിലെത്തി. ഇനി എമിഗ്രേഷൻ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഇവിടെയാണ് നമ്മൾ റൂം എടുത്തത്. എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 3 കിലോമീറ്റർ നേരെ വന്ന്. ഇവിടെ ഹോം സ്റ്റേ ആണ് കേട്ടോ. നല്ല സർവീസ് ആയിരുന്നു, കുഴപ്പമില്ല, മോശമില്ലാത്ത ഇതായിരുന്നു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. ഒരു ചെറിയൊരു ഇഷ്യൂ, വൈഫൈ ഉണ്ടായിരുന്നില്ല. അത് വലിയൊരു ടാസ്ക് ആയിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇവിടെ വീട് ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ ഹോം സ്റ്റേൻ്റെത്. ഇവിടെ പിന്നെ നമ്മളൊരു ഓട്ടോ ഉണ്ട് കേട്ടോ, നമ്മളെ സുബ്രുവിൻ്റെ ഓട്ടോ ആണത്. ഓട്ടോക്ക് ടുക്ക് ടുക്ക് എന്നാണ് പറയുക ഇവിടെ. അങ്ങനെ ഇതാണ് ഓട്ടോ. നമ്മൾ താമസിക്കുന്ന വില്ലതാണ്. ഇത് കണ്ടില്ലേ, അങ്ങനെ ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ, ഇവരാച്ച് നടത്തുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങുകയാണ്. ഇവിടുന്ന് പുറത്തിറങ്ങി ഇനി നേരെ നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു ഇയാൾ പറഞ്ഞു ഓട്ടോറിക്ഷയിലാണ് പോയത്. അപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു ജയിലുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കുറേ ആൾക്കാരെ കാണും ചെയ്യുക, പിന്നെ അവിടുത്തെ സിസ്റ്റം കാണാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ്. പിന്നെ ഇവിടെ പൊതുവെ വൃത്തിയുണ്ട് കേട്ടോ, നല്ല വൃത്തിയുണ്ട്, കുഴപ്പമില്ലാത്തൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, അപ്പോൾ വരുന്ന വഴിക്ക് ബീച്ചിൽ കയറി. നേരെ ഒരു ബീച്ചുണ്ട്, ആ ബീച്ചിൽ വന്ന് ഇവിടെ ഒരു അരമണിക്കൂർ ഞങ്ങൾ സ്പെൻഡ് ചെയ്ത്. അങ്ങനെ നല്ല വെയിൽ, കാരണം നല്ല വെയിലാണ് കേട്ടോ. കേരളത്തിൽ അതേപോലെ തന്നെ, ഇന്ത്യത്തെ അതേപോലെ നല്ല വെയിലുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്നൊരു കഫേ ഉണ്ട്, നല്ല വെള്ളത്തിന് ദാഹിച്ച് കഫേ കയറി 2 പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞ്. പൈനാപ്പിൾ ജ്യൂസ് 2 എണ്ണത്തിന് 600 റുപ്പീസാണ് കേട്ടോ, ഒരെണ്ണത്തിന് 300. അങ്ങനെ അതും കുടിച്ച് ഞങ്ങളിങ്ങനെ ഇരുന്ന് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ഞങ്ങളങ്ങനെ എന്ത് ചെയ്യാണ്, ഇനി ഇവിടുന്ന് പോവാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ജ്യൂസൊക്കെ വന്ന് കുഴപ്പമില്ല. ഇവിടുന്ന് ഞങ്ങളങ്ങനെ പുറപ്പെട്ട് ഇനിയാണ് ഞങ്ങൾ ജയിലിൻ്റെ അവിടേക്ക് പോകുന്നത്. പക്ഷേ ആ ജയിലിൻ്റെ അവിടെ പോയി ചെന്നപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. അവിടെ ഓരോരുത്തരെ ജയിലിൽ നിന്ന് ഓരോരുത്തർ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെങ്ങനെ വിളിക്കുകയാണ്,
മീൻസ് അവരെ ഭാര്യമാരാണ്, മക്കളാണ്, പിന്നെ പലരും ഉണ്ട്, പേരൻസൊക്കെ ഉണ്ട് അവിടെ. ഓരോരുത്തരിങ്ങനെ വിളിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ജയിലിൽ അവിടെ ഉള്ളവരെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അപ്പോൾ നമുക്കതൊരു ഇത് തോന്നിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തിരിച്ച് അവിടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, അത് കൂടി കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ ആ ഒരു ഇത് കണ്ടപ്പോൾ നമ്മളവിടുന്ന് പോന്ന്, നമുക്കൊരു ഇത് തോന്നിയില്ല. അങ്ങനെ അവിടുന്ന് തിരിച്ച് ഞങ്ങൾ പിന്നെ നേരെ ഇങ്ങോട്ട് പോവാണ്, എയർപോർട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള പ്ലാനായി, നേരെ ഇന്ത്യക്ക്. അങ്ങനെ ഇവിടുന്ന് ഇനി നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഏകദേശം വൈകുന്നേരം 4 മണിക്ക് അയക്കണം കേട്ടോ. ഒരു 4 മണിക്കായി, ഞങ്ങൾ വൈകിട്ടാണ് ഫ്ലൈറ്റ്, 4 മണി 5 മണി അയക്കണ്. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ നേരെ എയർപോർട്ടിൽ പോയി. ഇനി എയർപോർട്ടിലേക്ക് എത്തണം. എയർപോർട്ടിലേക്ക് ഏകദേശം എത്താനായിക്കണ്, ഒരു 10 മിനിറ്റും കൂടി ആകുമ്പോൾ എയർപോർട്ടിലെത്തും. പിന്നെ ഇവിടെ വേറെ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ, ഫുൾ ടയോട്ടൻ്റെ വണ്ടികളാട്ടോ. ലാൻഡ് ക്രൂയിസർ, അയാസിൻ്റെ വാന്, ലെക്സസ്, ക്യാമരി, കൊറോള, അൾട്ടീസ്, പിന്നെ യാരിസ്, ഫുൾ ടയോട്ടൻ്റെ വണ്ടികൾ. പിന്നെ കിയ, BYD, നല്ല വൃത്തികളുള്ള വണ്ടികളും നല്ല ഇഷ്ടമായിട്ടാ. അങ്ങനെ ഞങ്ങൾ ഫൈനലി എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് എത്താനായിക്കണ്. എയർപോർട്ടിലേക്ക് കയറുക. ഇവിടെ കണ്ട സൈഡിലൊക്കെ കണ്ട അവർ ഏകദേശം എനിക്ക് ചെറിയൊരു നല്ല ഗ്രീൻ സിറ്റിയാണ്, എങ്കിലും വൃത്തിയും കാര്യങ്ങളും ഒക്കെ നല്ല ഉണ്ട്. മറ്റേ നമ്മളെ ഇന്ത്യനേക്കായി ഒന്നുകൂടി വൃത്തി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ എന്തൊക്കെ കമ്പനി ഇതാണ്, പിന്നെ എയർപോർട്ടിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. ഇത് കാർഗോൻ്റെ സെക്ഷനാണ് തോന്നുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഒരു പഴയ വണ്ടി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ ആളില്ല. എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ അവിടെ പുള്ളിക്കാരൻ പുറത്ത് പോയിക്കാണ്, 4 ദിവസം കഴിഞ്ഞിട്ടാണ് വരൂ പറഞ്ഞ്. അപ്പോൾ പിന്നെ വീടൊക്കെ അടച്ചിട്ടിക്കണ്. അങ്ങനെ നമുക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതിനൊരു സങ്കടമുണ്ട്, നിരാശയുണ്ട്. നമ്മൾ നെക്സ്റ്റ് ടൈം അവിടെ ചെല്ലും. നെക്സ്റ്റ് ടൈം അവിടെ ചെന്ന് ആ വീഡിയോ നമ്മളെടുക്കും. അങ്ങനെ നമ്മൾ ഏകദേശം എയർപോർട്ടിലേക്ക് എൻ്റർ ചെയ്യാനായി. ഇനിയൊരു 5 മിനിറ്റ് കൂടെ ഉള്ള എയർപോർട്ടിലേക്ക്. ഇവിടെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഓട്ടോറിക്ഷയിലാണ് കേട്ടോ. ഓട്ടോറിക്ഷയാണ് ഇവിടെ എല്ലാവരും പിന്നെ യാത്ര ചെയ്യുക, ഉപയോഗിക്കുക. ഇവിടെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇംഗ്ലീഷുകാരൊക്കെ വന്നിട്ട്, പുറത്തൊരു യൂറോപ്യൻസൊക്കെ വന്നിട്ട് ഓട്ടോറിക്ഷ റെൻറ്റിന് എടുക്കുകയാണ്, എന്നിട്ട് അവരെന്നെ ഓടിച്ചു പോവാണ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി എയർപോർട്ടിലെത്തി. ഇനി എയർപോർട്ടിനകത്തേക്ക് കയറണം. പിന്നെ ബോർഡിംഗ് പാസ്, എമിഗ്രേഷന്, ലഗേജൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടില്ല. ഇത് എയർപോർട്ടിനകത്താട്ടോ. അവിടെ ഇങ്ങനെ കയറി നല്ലൊരു സീനറി ഉണ്ട്, നല്ലൊരു വാട്ടർഫാൾ ഉണ്ട് ഇവിടെ. കുഴപ്പമില്ലാതെ തോന്നി, ഉഷാറാണ്. ഇവിടെ വൈഫൈ ഉണ്ട്. അങ്ങനെ വൈഫൈ ഇരുന്ന് ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നേരെ ഇവിടുന്ന് ഫ്ലൈ ചെയ്യാണ്. ബായ്.